Hello guys, welcome back to my YouTube channel. ഇതാണ് ഭയങ്കര വെള്ളം ചവയ്ക്കുന്നു. വെള്ളം ചവയ്ക്കല്ല, വെള്ളം കറക്റ്റ്. അങ്ങനെയും പറയാം മലയാളത്തിൽ. ഹലോ ഗൈസ്, എനിക്ക് മലയാളമൊക്കെ അറിയാം, നിങ്ങൾക്കാണ് അറിഞ്ഞുകൂടാത്തത്. മാലയിട്ട് തിരിഞ്ഞു. ഹായ്, ഹലോ 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 എവരിവൺ. യൂട്യൂബ് ചാനൽ. വല്ലാത്ത ജാതി, യജ്ജാതി. നവജാത ശിശുവിന്റെ കൊലപാതകം അമ്മയും ആൺസുഹൃത്തും ചേർന്നാണ് ജനിച്ച് 4-ാം ദിവസം കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. കുട്ടിയെ മറ്റൊരാൾക്ക് വിറ്റെന്നായിരുന്നു അമ്മ ആശയുടെ ആദ്യം. എന്നാൽ പോലീസിന്റെ പഴുതടച്ച ചോദ്യം ചെയ്യലിൽ ആശയ്ക്കും ആൺസുഹൃത്ത് രതീഷിനും സത്യം പറയേണ്ടി വന്നു. കുഞ്ഞിന്റെ മൃതദേഹം പള്ളിപ്പുറത്തെ രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെടുത്തു. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമാണ് ആശ. ആശയുടെയും രതീഷിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരു പകൽ മുഴുവൻ നീണ്ട ചേർത്തല പോലീസിന്റെ അന്വേഷണം ഒടുവിൽ രാത്രി 7 മണിയോടെ സത്യം തെളിഞ്ഞു. അമ്മയുടെ സഹായത്തോടെ ആൺ സുഹൃത്ത് നവജാത ശിശുവിനെ കൊന്നില്ലാതാക്കിയ സത്യം. മ്യൂസിക് വേറെ. അതായത് വെള്ളിയാഴ്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ആശയെ കാണാൻ ആശാവർക്കറും അങ്കണവാടി ടീച്ചറും പള്ളിക്കലിലെ വീട്ടിലെത്തി. കുഞ്ഞിനെ നോക്കാൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും തൃപ്പൂണിത്തറയിലെ ദമ്പതികൾക്ക് വിറ്റെന്നുമായിരുന്നു ആശ ആദ്യം പറഞ്ഞത്. ഇതോടെ വാർഡ് മെമ്പറെ ആശാവർക്കർ കാര്യം അറിയിച്ചു. പിന്നാലെ പോലീസിലും. രാവിലെ 10 മണിയോടെ ചേർത്തല പോലീസ് വീട്ടിലെത്തി. ചോദ്യം ചെയ്യലിൽ ആശ കുഴങ്ങി. ആർക്കാണ് കുട്ടിയെ കൊടുത്തതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ആശയും രതീഷും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്യലിനിടെ പോലീസിന് വ്യക്തമായി. 2 പേരെയും വൈകിട്ടോടെ ചേർത്തല സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അരുംകൊലയുടെ നടുക്കുന്ന വിവരം രതീഷ് വെളിപ്പെടുത്തിയത്. കുഞ്ഞിനെ ഞായറാഴ്ച തന്നെ പള്ളിക്കലിലുള്ള രതീഷിന്റെ വീട്ടിലെത്തിച്ചെന്നും കൊന്നു കുഴിച്ചു മൂടിയെന്നും. വൈകിട്ട് 6:00 പോലീസ് സംഘം ചേർത്തല പള്ളിപ്പുറത്തെ രതീഷിന്റെ വീട്ടിലേക്ക്. വീടിന്റെ പരിസരത്ത് ആദ്യ പരിശോധന. അതായത് ഈ പറയുന്ന രതീഷിന് ഭാര്യയും ഒരു കുട്ടിയും ഉണ്ട്. അതായത് അത്യാവശ്യം ചോറ് തിന്നാനുള്ള വകുപ്പുണ്ട് വീട്ടിൽ. പക്ഷെ എന്നാലും വെളിയിലുള്ള ബിരിയാണി കാണുമ്പോൾ ഒരു ഇളക്കം. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ തന്നെ, വീട്ടിൽ ചോറ് തിന്നാനുള്ള വകുപ്പുണ്ട്, പക്ഷെ ബിരിയാണി കാണുമ്പോൾ ഒരു ഇളക്കം. എന്തൊക്കെ അമ്മമാരാണ്. കുളിച്ച് ലുക്കായല്ലോ സുന്ദരിക്കുട്ടി. ആണോ? ആയിട്ടാ. അതായത് ഉത്തമ എന്തോ നൊണ്ടി കൊട്ടേഷനാണ്. എന്തുവാ വീടിനാ വേണം. അത് വൈകുന്നേരം എനിക്ക് പൈസ കിട്ടും, ചെറുക്കന് പൈസ കിട്ടും. അപ്പോൾ അത് ഇതാവുമെന്ന് ചോദിക്കാം. നിങ്ങളോടെല്ലാം മേടിച്ച് കുറച്ച് വെച്ചിരിക്കും. അപ്പോ നമുക്ക് ഈ വേനുണ്ടോ? വേനുണ്ടോ? നല്ലത്. വീടിനകത്ത് പരിശോധന നടത്തിയ പോലീസ് ഒടുവിൽ ശുചിമുറിയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു. കുഞ്ഞിനെ കൊന്ന ശേഷം രതീഷ് വീടിന് സമീപത്ത് കുഴിച്ചിട്ടിരുന്നു. ഇന്ന് രാവിലെ ആശയുടെ വീട്ടിൽ പോലീസ് എത്തിയെന്നറിഞ്ഞപ്പോൾ കുഴിമാന്തി പുറത്തെടുത്തു. കത്തിച്ചു കളയാനായിരുന്നു പദ്ധതി. അതിനായാണ് മൃതദേഹം ശുചിമുറിയിൽ തൽക്കാലത്തേക്ക് വെച്ചത്. പക്ഷേ അപ്പോഴേക്കും രതീഷും പോലീസിന്റെ കസ്റ്റഡിയിലായി. വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് രതീഷ്. 4 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊന്നത് രതീഷ് തനിച്ചാണോ അതോ ആശയുടെ സഹായത്തോടെയാണോ? ഇനി ഈ രാത്രിയിലുള്ള ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം സുഭിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സുഭാഷൻ പിള്ളയ്ക്കൊപ്പം 2 കുട്ടികളുണ്ട് ആൾറെഡി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോണേന്ന് അറിയാം. ഇതിന് മുമ്പ് ഇതുപോലെ സമാനമായ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ കേസിൽ അമ്മയെ
1 വർഷത്തേക്ക് എന്തോ 1 വർഷത്തേക്കാണെന്ന് തോന്നുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ പണിഷ്മെൻറ്റ്. അത്രേ ഉള്ളൂ പണിഷ്മെൻറ്റ്, വേറെ ഒന്നുമില്ല. ഇനി കൊച്ചിനെ കൊന്നത് അമ്മയല്ല, അമ്മയുടെ കാമുകനാണ്, അതായത് കൊച്ചിൻ്റെ അച്ഛൻ കൊച്ചിനെ കൊന്നിരിക്കുന്നു. വളരെ വിദഗ്ധമായി കൊച്ചിനെ കൊന്നാണ്. അല്ലേ, ഈ ഐപ്പിള്ളൊക്കെ പിന്നെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കടഞ്ഞ് ഒരാഴ്ചക്കകം കഴിച്ചാൽ പോരെ? അപ്പോഴേക്കും ഇത് സെറ്റ് ആവത്തില്ലയോ? എന്തിനാ പിന്നെ ഈ ഐപ്പിൾ? ഇതിനെയൊക്കെ പറ്റി കൂടുതൽ വിവരങ്ങൾ പബ്ലിക്കിൽ കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിലനിൽക്കത്തില്ല. പിന്നെ കൊച്ചിനെ ഉണ്ടാക്കുന്നവർക്ക് അതിനെ പോറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര അമ്മത്തൊട്ടിലുണ്ടേ? അതൊന്നും പ്രാവർത്തികമല്ല എന്നാണോ പറയുന്നത്? എന്തരാണോ എന്തോ, വല്ലാത്തൊരു ന്യൂസ്, വല്ലാത്ത ജാതി ന്യൂസ്. ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ മരിക്കുന്നത്? എല്ലാവരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. കഷ്ടം തന്നെ. ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നുമല്ല, ഇത് അവൾ കൊന്നതല്ലല്ലോ, അവനെ ഏൽപ്പിച്ചതാണ്. അവൻ ആർക്കോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊന്നുകളഞ്ഞതാണ്. അവനാണ് കൊന്നിരിക്കുന്നത്. എൻ്റെ മോനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും ഇച്ചിരി കഴിയുമ്പോൾ സങ്കടം വരും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത് നമ്മൾ ആറ്റുനൂറ്റി വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പ്രസവിക്കുന്ന അമ്മമാർക്ക് അങ്ങനെയായിരിക്കും. അങ്ങനെ അല്ലാത്ത അമ്മമാരുണ്ട്. കൊച്ചുങ്ങളെ കൊല്ലാൻ കുട്ടിക്ക്. ഞാൻ നല്ലൊരു സിനിമ ഉണ്ട്, ആകെ ഡെസ്പായി കുത്തിയിരിപ്പായി, ഉള്ളൊഴുക്ക്. ഉഫ്, എജാതി സിനിമ. അത് കണ്ട പിന്നെ ഒരു രക്ഷയില്ല. രാത്രി ഉറക്കവും അങ്ങോട്ട് പോയി, വെളുപ്പം കാലത്ത് കിടന്ന് ഉറങ്ങിയത് അമ്മാതിരിയായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ വേറെയാണ്. എല്ലാവരും ഇപ്പോൾ അതുപോലെ ആകണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊക്കത്തില്ല. ഈ വിഷയത്തിലെ ഇത് വളരെ വളരെ ശക്തമായി അധികാരികൾ ഇടപെടേണ്ട ഒരു കാര്യമാണ്. ആശാ വർക്കർമാരെ ഏർപ്പാടാക്കിയിരിക്കുന്ന കൊച്ചുങ്ങൾ മരിച്ചോ ഇല്ലയോ നോക്കാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇത് എന്താ പറയുക, സദാചാരവാദമൊന്നുമല്ല. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവത്തില്ല, അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതേപോലെ പുള്ളിക്കാരനിക്ക് ഒന്നിൽ കൂടുതൽ പോകുമ്പോൾ ഉള്ള സുഖമാണോ ഇനി അത്, അല്ലെങ്കിൽ അതിനകത്തുള്ള കെയറിങ്ങിൻ്റെ കൂടുതലാണോ എന്താണെന്ന് ഈ അഭിഹിതക്കാരുടെ എന്താണ് ഇവരുടെ ഒരു മനോഘടനയെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ സംവെയർ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ കെയർ ഇല്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നാണല്ലോ പൊതുവിൽ അഭിപ്രായം. ഇങ്ങനെയുള്ളൊരു കൊച്ചുങ്ങളെ ഉണ്ടാക്കാതിരിക്കാമെന്ന് ശ്രമിച്ചൂടെ? ഈ തമ്മിൽ തല്ലുന്ന, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഇത് എത്ര നാൾ പോകും എന്നുള്ളത് നമുക്കൊരു ചെറിയ രൂപരേഖ കിട്ടും. അങ്ങനെയുള്ളൊരു കുട്ടികളെ ഉണ്ടാക്കാൻ എൻ്റർടൈൻ ചെയ്ത് കൊടുക്കരുത്. കുട്ടികളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം പ്രിക്കോഷൻസ് ഉണ്ട്. കോപ്പട്ടി ഇട്ടാൽ 2 വർഷത്തേക്ക് എന്തോ നല്ല പ്രൊട്ടക്ഷനാണ്. ത്രൂ അങ്ങ് കരച്ചിലും ചൊറിച്ചിലും ഒക്കെ ഉള്ളവൾ പോയി ഒരു കോപ്പട്ടി അങ്ങ് ഇട്ടേക്കണമെന്നേ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായി ഇങ്ങനെ ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ എന്ത് ചെയ്യണം? മറ്റേ ഐപ്പില്ലോ അങ്ങനെ എന്തോന്നു അതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 9 ദിവസത്തിനുള്ളിൽ കഴിച്ചാൽ മതി, വേറെ കുഴപ്പമില്ല എന്ന് പറയും. ഇനി അതിൻ്റെയൊക്കെ മുകളിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷെ ഒരുപാട് സൊല്യൂഷൻസ് ഉള്ളപ്പം അതങ്ങോട്ട് ചെയ്താൽ പോരും. ഇത്തരം ക്രിമിനൽ വാസനയുള്ളവന്മാരുടെ കൂടെ കുഞ്ഞുങ്ങളെ വിടരുത്. അവൻ്റെ ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോടി പൊന്നോളെ. ഇവൻ വെറും കൂറയല്ല, കുക്കൂറയാണ്. അതേപോലെ ഈ പെണ്ണിൻ്റെ അടുത്ത് ആ 2 കുട്ടികളെ പെൺകുട്ടി ഇവളെ ഏൽപ്പിക്കരുത്. കുഞ്ഞുങ്ങളെ മാറ്റണം എമർജൻസി ആയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ബാലാവകാശ കമ്മീഷൻ നിഷ്ക്രിയമാണ്. ഇവർക്ക് ഇത്തരത്തിൽ ക്രിമിനലുകളായ അമ്മമാർക്കൊപ്പം മക്കളെ വിടാനുള്ള ഇതില്ലാതാക്കിയെടുക്കണം. അങ്ങനെ നിയമം വരണം. ഇത് കാനഡയിലൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ 1 മണിക്കൂർ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാലും ഗവൺമെൻറ് എടുത്തോട്ട് പോകണം, തരൂല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികളോടുള്ള കരുതൽ കൂടും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കും. വളരെ കർശനമായി ഇടക്കേണ്ടതാണ്. കൊച്ചിനെ പട്ടിലേക്ക് കൊച്ചിനെ ആ മൂവി കണ്ടല്ലേ, ഭയങ്കര വിഷമമാണ്, എക്സ്ട്രീം ലെവൽ. കോപ്പട്ടി 100% സേഫ്റ്റി അല്ല. എൻ്റെ സിസ് കോപ്പട്ടി ഇട്ടു പ്രഗ്നൻ്റ് ആയി. ആണോ? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടേ. നീ കൊച്ചുങ്ങളെ ഉണ്ടാക്കാതിരിക്കാനുള്ള സൊല്യൂഷൻസ് ഇഷ്ടം പോലെ ഇല്ലേ? മരുന്ന് കഴിക്കാമല്ലോ. എന്തോരെണ്ണം പണ്ട് പരസ്യം മാലാടി, അങ്ങനെ കണ്ടല്ലേ, അതൊരെണ്ണം കഴിച്ചാൽ മതിയല്ലോ. അപ്പം പിന്നെ പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ കുറേ കേട് ആ സമയത്ത് കുറേ അന്വേഷിച്ച് എവിടെ പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോമൻ ചോസ്റ്റ്യമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയത്തില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ന്യൂസിലൊക്കെ പറഞ്ഞിരുന്നു, കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തവർ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കണമെന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നൽകരുതെന്നും ഉൾപ്പെടെ ന്യൂസിൽ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. റജുല ഹായ്, അത് സത്യം പറഞ്ഞാൽ പറയേണ്ടതാരാണെന്ന് ഈ ആശാ വർക്കേഴ്സിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നില്ലേ, അവരെ കൊണ്ടത് കമ്പൾസറി ആയിട്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി പറയണം. ചില സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അയ്യേ എന്ന് പറയും. അയ്യേ എന്ന് പറയരുത്, അത് കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇത്തരം ക്രൈംസ് ഒക്കെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേച്ചി ടീ കുടിച്ചോ? പവർ ലേഡി ചേച്ചി പറയുന്നത് കറക്റ്റാണ്.
കല്യാണി കാശി, നിനക്ക് എന്തിൻ്റെ സോക്കേടാണ് മോളെ? വിശന്ന് പൊരിഞ്ഞ് കുത്തുവാളെടുത്തിരിക്കുമ്പോഴത്തേക്ക് വന്ന് ടീ കുടിച്ചോ അപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കല്ലേ ഡി, കഷ്ടമുണ്ട്. കണ്ണമ്മാതിരി ആരാത് കാട്ടിയിട്ട് സേഫ്റ്റി അല്ലെന്നോ? കണ്ണമ്മാതിരി ആരാ അത് കാട്ടിയിട്ട് സേഫ്റ്റി അല്ലെന്നോ? രണ്ടുപേർക്കും രണ്ട് ദമ്പതികൾ, രണ്ടുപേർക്കും വേറെ വേറെ ആൾക്കാരുണ്ടല്ലോ. അവൾക്കുമുണ്ട് ഭർത്താവും 2 കുട്ടികളും, അവനുമുണ്ട് ഭാര്യയും 1 കുട്ടി. പിന്നെ എന്ത് വാഴയ്ക്ക കോക്കനാട്ടിനാണ് ഈ ഒരു പരിപാടി ചെയ്തതെന്ന് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? ഇല്ലല്ലോ. ഇതിങ്ങനെ ക്രൈം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. നിയമപരമായി ഇതിനെ നേരിടുക എന്നുള്ളതാണ്. ഇപ്പം കുഞ്ഞുങ്ങൾ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, കൊച്ചുമക്കൾ. പോക്സോ വന്ന് ആദ്യം പിടിച്ചോണ്ട് പോകേണ്ടത് ആരാണെന്നറിയാമോ? അമ്മച്ചിയെയാ. അമ്മ ഉണ്ടെങ്കിൽ ഒരമ്മയെ നിങ്ങൾ അങ്ങനെ ഒന്ന് പണിഷ് ചെയ്ത് നോക്കിയാണ്, ബാക്കിയുള്ള അമ്മമാർ വിജിലൻ്റ് ആകും. കൊച്ചിന് അങ്ങനെയൊന്ന് വന്നാൽ കൊച്ചു നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ ജയിലിലും കൂടെ കിടക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമാണ്. പിന്നെ ആത്മഹത്യാ നാടകങ്ങൾ, അതിനും സൊല്യൂഷനുണ്ട്. 3 മാസം ജയിലിലിട്ടേക്കണം, ഇടണം, കൗൺസിലിംഗ് കൊടുക്കണം. പണിഷ്മെന്റ് കൊടുത്താൽ മാത്രമേ ചിലരും നന്നാവുകയുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ കൊച്ചുനാളിൽ നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേട്, നമുക്ക് അടി കിട്ടിയിട്ടുണ്ടല്ലേ നമ്മൾ കുരുത്തക്കേട് കൂടുതൽ കാണിക്കാതിരിക്കുന്നത്? കുരുത്തക്കേടില്ലാത്ത മനുഷ്യരുണ്ടോ? ഉണ്ട്. ഓരോ പഞ്ചായത്തിലും അമ്മത്തൊട്ടിൽ വേണം എന്ന് കുറച്ചും കൂടി ബെറ്റർ ആകും. ഇവിടെയാണ് അമ്മത്തൊട്ടിൽ എന്ന് നോക്കി പോകണ്ടല്ലോ. അതൊരു പോയിന്റ്. അമ്മത്തൊട്ടിൽ നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു മയത്തിലൊക്കെ ചെയ്യണം. എന്തോന്ന് സെക്സ് ക്ലാസ് അല്ല ഇവിടെ എടുക്കണത്, എന്തെന്ന് മയത്തി ചെയ്യാൻ? ഞാൻ ആ സമയം മയം നോക്കിക്കൊണ്ട് നടക്കല്ലേ. ഏച്ചു പോടെ എവിടെ നിന്ന്? ഒളിസേവക്കാരാണ് അവിഹിതം. പിന്നെ കാലങ്ങളായി നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമാണ് അവിഹിതം. അയ്യോ, അവിഹിതക്കാരുടെ ഒരു ഘോഷയാത്രയാണല്ലോ നമ്മുടെ നാട് മുഴുക്ക. പല പല അവിഹിതങ്ങൾ നമ്മൾ കാണുന്നതല്ലേ. ഭാര്യയും 3 മക്കളുമുള്ള ഒരുത്തനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഭർത്താവ് എന്ന് അഭിമാനത്തോടു കൂടി പറയണ വേറൊന്ന്. ഭാര്യയും 2 കുട്ടികളുള്ളവരെ അടിച്ചു മാറ്റി 3 കൊച്ചുങ്ങളെ ഉണ്ടാക്കിയ എൻ്റെ ഇക്കു, എൻ്റെ അണ്ണു എന്ന് പറയണ വേറൊരെണ്ണം. അഭിഹിതങ്ങളുടെ ഘോഷയാത്രയല്ലേ. ഭാര്യയെ ഒരു കുട്ടിയുള്ളവരത്തിനെ അടിച്ചു മാറ്റിയിട്ടിട്ട് പിന്നെ ഇഷ്ടം പോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കളിക്കുന്ന വേറൊരെണ്ണം. ഇതൊക്കെ കുറച്ചെങ്കിലും ആത്മാഭിമാന ബോധമില്ലാത്ത പെണ്ണുങ്ങളോട് നമ്മൾ എന്ത് പറയാനാണെന്ന്. സ്വന്തമായിട്ടൊരു അഭിമാന ബോധം വേണം, അതില്ല. ഇത് അവളുമാരെ കൊണ്ടുവന്നത് അവിഹിതം. നാട്ടുകാരെ പെണ്ണുങ്ങളെ ആണുങ്ങളെ അടിച്ചു മാറ്റി കൂടെ കൊണ്ടുവച്ചിട്ട് എനിക്ക് കെട്ടിയവനുണ്ട് നിനക്കുണ്ടടി. വ്യത്യാസം മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊന്നും അത്ര കടിയില്ല, പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പിളയില്ലാതെ ജീവിക്കാൻ പറ്റും. ഈ ഭർത്താവില്ലാതെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ നോക്കി പറയും, അവൾക്ക് ഭർത്താവില്ലാത്തതിൻ്റെ കുത്തി കഴപ്പാന്ന് പറയും. അത് ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണം ആത്മാഭിമാനത്തോടുകൂടി. ഇവിടെ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങളെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് കഴപ്പ് തീർത്തിട്ട് പറയും, ഞാൻ മെടുക്കിയ, എനിക്ക് മാപ്പിളയുണ്ട്. അമ്മത്തൊട്ടിൽ വേണ്ട, മൂഡ്സ് ഇച്ചിരി കൂടി കനം കൂട്ടിയാൽ മതി. ശംസുദ്ദീൻ, അതൊന്നും ആയിരിക്കത്തില്ല. മൂഡ്സിൻ്റെ കാര്യമൊന്നുമല്ല, അതൊന്നും അല്ല വിഷയം. അവർക്കത് അറിഞ്ഞുകൂടാനിട്ടൊന്നുമല്ല. മേ ബി അവർ ഒന്നാകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. 2 കുഞ്ഞുങ്ങളെ കൊണ്ട് അവൻ നോക്കാതായിട്ടുണ്ടാവും. വേറൊരു വീഡിയോയ്ക്കകത്ത് ഇതേ സെയിം വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഈ കൊച്ചിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. ഭാര്യയുടെ അവിഹിതമൊക്കെ ഞാൻ മനസ്സിലാക്കി, സോറി ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ മാനേജ് എന്ന് പറഞ്ഞ ശേഷം, പക്ഷേ അവിഹിതത്തിലുണ്ടായ കുട്ടീനെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. അയാളുടെ ആത്മാഭിമാന ബോധം അതങ്ങനെ പറയുന്നെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കണം അമ്പാനെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് മോശം, ഇതാണ് വരാനിരിക്കുന്നത്. ഈ അവിഹിതങ്ങൾ നമ്മളെപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഗവൺമെൻറ് പോലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന വസ്തുത. പക്ഷേ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കണം. 2 വ്യക്തികൾ സെപ്പറേറ്റഡ് ആവുകയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫും തമ്മിൽ വഴക്കാണ്. അവർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവൾ വേറെ കല്യാണം കഴിക്കാതിരിക്കാൻ മാക്സിമം കുത്തിത്തിരിപ്പും പാരയാവാൻ വെക്കും. അവൻ വേറെ കല്യാണം കഴിക്കാതിരിക്കാൻ മാക്സിമം കുത്തിത്തിരിപ്പും കുഴപ്പവും ലവളും വെക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ കുത്തിത്തിരിപ്പ് കാരണം ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു സെക്ഷൽ നീഡാണ് ഈ വിവാഹം എന്നതുകൊണ്ട്, അത് തന്നെയുള്ള മെയിൻ സീനാരിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തർക്കമില്ല. അതിനകത്ത് സദാചാരവാദവും കൊണ്ട് പോകണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? ചേച്ചി പറഞ്ഞത് ശരിയാ. സെക്ഷൽ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. സെക്സ് ഡിസീസ്, പ്രഗ്നൻസി എല്ലാം കറക്റ്റാണ്. കൃത്യം. ചേച്ചിക്ക് പനിയാണോ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ഇല്ല, ഞാൻ ഉറങ്ങിയില്ലടേ. ഇന്നലെ ആ സിനിമ കണ്ടിട്ട് ഒത്തിരി ലേറ്റായപ്പോഴത്തേക്ക്
അപ്പോൾ പിന്നെ ഉറങ്ങാൻ താമസിപ്പോഴാണ് അങ്ങോട്ട് ഇറക്കെഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വന്ന് ഇവിടെ കുത്തിയിരിക്കുകയാണ്. അതിന് പനിയൊന്നുമല്ല, വയ്യാന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയുണ്ട്. വന്നല്ല വനമാല. എന്താ ഈ സിനിമാക്കാരെ ചർച്ച ചെയ്തിരുന്നില്ല? അതിന് നമ്മൾ സിനിമാക്കാരെ എടുത്തില്ല, സിനിമാക്കാരെയൊക്കെ നമ്മൾ കളഞ്ഞ്. ഇനി ആ വിഷയമായിട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് മടുത്ത്. ഇന്നല്ലെങ്കിൽ ഇന്ന് ഒരെണ്ണം, നാളെ ഒരെണ്ണം. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുന്നു. കാർത്തികയെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് കുറെ പേര് പറയുന്നുണ്ട്, വേറെ കുറെ പേര് പറയുന്നുണ്ടല്ലോ. ഈ ബൂസ്റ്റപ്പ് ഒക്കെ നടക്കട്ട്. സിനിമാക്കാരെ വെറുതെ വിടൂ, അവരെ വഴിക്ക് വിടൂ. ദേ ആർ നോട്ട് ഗുഡ്. ലൈക്ക് അടിച്ചു, താങ്ക് യു. ഹായ് ഷെഫീന. പിന്നെ കുഞ്ഞിനെ കൊന്നില്ല എന്നുള്ള വസ്തുത. ഇതിന് മുമ്പൊരു കഥ ഉണ്ടായിരുന്നു, കഥയല്ല, സീരിയസ് ഹിസ്റ്ററി. അമ്മയും അച്ഛനും ലാളിച്ച് വളർത്തിയ മകൾ, ഒരേ ഒരു മകൾ, ഭയങ്കര പണക്കാരിയാണ്. പിന്നെ പണക്കൊഴുപ്പില്ല, ഒരു 4-5 എണ്ണവുമായിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഈ 4 പേരും അത്യാവശ്യം പ്രോഗ്രാം വർക്ക് നടത്തി കൊച്ചിന്. അതിൽ ഒരുത്തൻ്റെ ഇതാണ് കൊച്ചായത്. കുഞ്ഞായപ്പം പ്രസവിച്ച് 3-ാമത്തെ മണിക്കൂർ ഒരു ബാഗിനകത്താക്കിയിട്ട് എടുത്ത് അങ്ങ് റോഡോട്ടിട്ട് കളഞ്ഞു. കൊന്നുകളഞ്ഞ കുട്ടീനെ. എന്നിട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് തന്നെയാണ് അതിനെ പറഞ്ഞത്. ആ കുട്ടീനെ കൊന്നു കളഞ്ഞപ്പം അമ്മയെ പറ്റി ഒരുപാട് മോശം പബ്ലിക്കിൽ പറയുമല്ലോ. പിന്നീട് ഈ അമ്മയെ പറ്റി ഒരുപാട് മോശം പറയും, ഇപ്പം കൊച്ചിനെ പറ്റി പറയും, ഇവിടെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിക്കും. അപ്പോൾ അത് പ്രചരിക്കാതിരിക്കാൻ അവർ കണ്ടെത്തിയ പരിപാടി എന്ന് പറയാം, വിക്ടിം. അതായത് റേപ്പ് വിക്ടിമാക്കാൻ വേണ്ടിയിട്ട് ഈ 4 പയ്യന്മാരെയും പിടിച്ചു വെച്ച് DNA നടത്തി. DNA നടത്തിയതിൽ ഒരു പയ്യന്റെ DNA ഇതുമായിട്ട് മാച്ചായി. അപ്പോൾ ആ ചെറുക്കനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് ഈ പെണ്ണിനെ അങ്ങ് റേപ്പ് വിക്ടിമാക്കി. 3-ാം മാസം കൊച്ചിന് ജാമ്യവും കിട്ടി. പ്രസവം കഴിഞ്ഞ് 3-ാം മാസം ജാമ്യം കിട്ടി. കൊച്ചു മരിച്ചത് മരിച്ചു, അമ്മച്ചിക്ക് ജാമ്യം കിട്ടി. പെട്ടതാരാ? ഇവളെ പ്രോഗ്രാം ചെയ്യാൻ പോയ പയ്യന്മാർ ഓർത്തുകൊള്ളുക. അങ്ങോട്ട് പ്രോഗ്രാം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ വല്ല ഇതുപോലുള്ള പ്രൊക്കോഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ മാസവ് പണി കിട്ടും എന്നുള്ളത് വസ്തുത. മാക്സിമം സേഫ് സോണിൽ നിന്ന് കളിക്കാൻ നോക്കുക. അല്ലാതെ ഇതുപോലെയൊക്കെ പോയി ചാടി കൊടുത്താൽ ചണ്ടം കീറി പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ബേബിനെ അഡാപ്ഷൻ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ചേച്ചി എടുക്കുമോ? ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാണ്. ഫൺ വിത്ത് അമലു 100%. ഒരുപാട് കുട്ടികൾ അങ്ങനെ എൻ്റെ കയ്യിൽ ഫിനാൻഷ്യൽ ഭയങ്കര ഹൈപ്പിൽ നിന്നപ്പോൾ ഞാൻ ഒത്തിരി പിള്ളേർക്ക് പഠിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേരെ ഞാൻ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രതിഫലം പ്രതീക്ഷയില്ല, ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഞാൻ ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ, ഇവൻ്റെ ഒന്ന് സെക്യൂരിറ്റി ആകുമ്പോൾ ഞാൻ തന്നെ ചെയ്യും. അപ്പം നമ്മളതിന് കുറേയധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ സ്വത്തിൻ്റെ ഒരു ഭാഗം എഴുതി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ആയി വന്നാൽ തീർച്ചയായിട്ടും 100 മനസ്സോടുകൂടി ചെയ്യും, 100 വട്ടം ചെയ്യും. ചേച്ചി ഇന്ന് സുന്ദരിയാണ്, സൂപ്പർ. സത്യമാണ്. കപ്പ് കൊടുത്തോ ചേച്ചി? എന്തിനാക്കളെ കപ്പ്? നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല. നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്, കാര്യമായിട്ട് പറയും. എനിക്ക് മനസ്സിലാവാത്തതാണ്. നമ്മൾ ഈ സിനിമയൊന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പോയി നോക്കിയതാണ്. അതിനകത്തും ഉണ്ട് ഒരു അമ്മയും മകനും. ആ മകൻ്റെ കൂടെയുള്ള സ്നേഹം മൂത്തിട്ട് ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ഒരമ്മ. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. വളരെ ചുരുങ്ങിയ ഡയലോഗ്സും, ആരും കാണാൻ പോലും കേട്ടോ. ഉള്ളൊഴുക്ക് കാണല്ലേ പിള്ളേരെ, ഭയങ്കര സാധനമാണ്. അത്രയും മനക്കെട്ടിയുള്ളവർ പോയിരുന്ന് കണ്ടാൽ മതി കേട്ടോ. ഹലോ തത്ത, ഞാൻ വന്നു. ഒരു തരുമോ? ഗ്യാപ്പ് കാണിക്കൂ. ഇപ്പോൾ സമയമില്ലടാ. എൻ്റെ അമ്മച്ചിയുടെ ഗ്യാപ്പ് പോയി നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ബാക്ക് കാണിച്ചിട്ട് ആ ഗ്യാപ്പ് പോയി കാണും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. വേഗം ചേച്ചി ഫിനാൻഷ്യലി സെറ്റായി ഒരു നല്ല ബേബീനെ അഡോപ്ഷൻ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും ഫിനാൻഷ്യലി സെറ്റിൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ. കുഞ്ഞുങ്ങളെ സെറ്റാകട്ടെ, മൂത്തവനൊന്ന് സെറ്റായി കഴിഞ്ഞാൽ. ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. ഒരു മോളെ കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അത് നോക്കാം, ഫ്യൂച്ചറിലെ പ്ലാനാണ്. അതെല്ലാം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴും അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയണത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്നും പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. തീർച്ചയായിട്ടും ചേച്ചി ലവ് യു. ലവ് യു ടു. ഒരു ഹായ് തരുമോ? ബൈ. വേറെ പുതിയ എന്തെങ്കിലും? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇവർ കൊണ്ടുപോയി കൊടുക്കുന്നു, ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യണ്, അതൊന്നും ഈസിയല്ല. അതാവാൻ പറ്റിച്ചതാവളെ. ഞാൻ അഡോപ്ഷന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിനെ കയ്യിൽ വാങ്ങിയിട്ട് അവൻ കൊണ്ടുപോയി കൊന്നു കളഞ്ഞതാ. കൊന്നിട്ട് ഈ ബോഡി കിട്ടാതിരുന്ന, ഇപ്പം നമ്മൾ ഒരാളെ കൊന്നിട്ട് അയാളുടെ തല കിട്ടാതിരുന്നു കഴിഞ്ഞാൽ കേസ് തെളിയിക്കാൻ പറ്റത്തില്ല. ആളുടെ ബോഡി കിട്ടിയില്ലെങ്കിൽ കൊന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അവ ഉദ്ദേശിച്ചത്, കത്തിച്ച് കളയാൻ. പക്ഷേ പൊട്ടനാ, കത്തിച്ച് കളഞ്ഞാൽ DNA എടുക്കുമ്പോൾ അത് കിട്ടത്തില്ലേ? 2 ഇടി കൊള്ളുമ്പോൾ ഇവൻ കുഴിച്ചിട്ട സ്ഥലവും കത്തിച്ച് കളഞ്ഞ സ്ഥലമൊക്കെ അവൻ പറയത്തില്ല. എങ്ങനെയാണാ എന്തോ കൊച്ചിനെ കൊല്ലാൻ തോന്നിയത്. കഷ്ടം തന്നെ. ബട്ട് ആ മൂവിയിൽ ഹസ്ബൻഡ് ഉള്ളപ്പോൾ പാർവതി അങ്ങനെ പോയത് ശരിയാണോ? അവളുടെ ഭാഗത്ത്
ശരിയുണ്ട്. എന്നാൽ അല്ല, അവളുടെ ഭാഗത്ത് അതിനകത്തൊരു ന്യായവും ഇല്ല. പക്ഷെ എന്താണെന്നറിയാമോ, ഹസ്ബൻഡിന് അങ്ങനെ സുഖമില്ലാണ്ട് വന്നപ്പം പുള്ളിക്കാരത്തി മനസ്സോടെയല്ലല്ലോ വിവാഹം നടത്തിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ കുറവാണ് അവർക്കിടയിൽ. വെറും സെക്ഷൽ കോണ്ടാക്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് നായികയെ സാധൂകരിക്കാൻ പറ്റുമെന്നുള്ള, നായിക ഒരിക്കലും റൈറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അതിനകത്ത് ഒരാൾക്ക്, അതിലുള്ള ഒരു പെണ്ണുങ്ങളും പിന്നെ കൃത്യമായി പറഞ്ഞാൽ ഒരു പെണ്ണ് പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അതിനകത്ത് ഇല്ല. അതാണ് വാസ്തവം. ആ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടി പോലും ഇല്ല. ഈ സിസ്റ്ററിനെ എടുക്കാം, അവർ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന് അത്രയും അടുത്ത് നിൽക്കുന്ന സ്ത്രീയാണെങ്കിൽ ഈ ഒരു മഹാ അപരാധത്തിന് കൂട്ടു നിൽക്കാനേ പാടില്ല. അവർ പറഞ്ഞു എന്ന് പറഞ്ഞാലും പറയേണ്ട കാര്യമില്ല, കൂട്ടു നിൽക്കാനേ പാടില്ല. പറ്റില്ല, ഞാൻ ഇതിനകത്ത് ചേരില്ല എന്ന് തന്നെ പറയണമായിരുന്നു. ചെയ്തു. അമ്മ മകന് വേണ്ടിയിട്ട് ഒരു പെണ്ണിൻ്റെ ലൈഫാണ് സാക്രിഫൈസ് ചെയ്യാൻ പറയുന്നത്. ഇറ്റ്സ് എ ഡെഡ്ലി ക്രൈം. ഒരിക്കലും പറ്റത്തില്ല. ചേച്ചി എന്നെ സൂപ്പർ. ബട്ട് ചേച്ചിയെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. ഏഞ്ചൽ ആൻ്റണി. എന്നെ ഇപ്പോൾ ആരും മനസ്സിലാക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ആരാണ് അതിനകത്തുള്ളത്? അവളുടെ അമ്മയോ? അതാണ് പക്ക ഫ്രോഡ്. നായികയുടെ അമ്മ പക്ക ഫ്രോഡ്. കാരണം അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചത് കൊണ്ട് അവർ ആ ഇത് പറയുന്നുണ്ടല്ലോ, അച്ഛൻ്റെ കടയൊന്നും വലിയ കാര്യം. അവർക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് റിക്കവർ ആകുക. അത് ഒരു സ്റ്റേജ് കഴിയുമ്പം നോർമലി പെണ്ണുങ്ങൾക്ക് തോന്നുന്നതാണ്, സ്നേഹം, പ്രണയവും കെയറിങ്ങും ഒക്കെ ഒരു 1-2 വർഷത്തേക്കേ കാണുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ മുന്നിൽ വരുന്ന ദാരിദ്ര്യം. അപ്പോൾ ആ ദാരിദ്ര്യത്തെ ഓവർകം ചെയ്യാൻ മകളെങ്കിലും പണക്കാരോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കട്ടെ എന്നുള്ള ഇതിലാണ് ആ അമ്മ അത് ചെയ്തത്. ആ ന്യായം അവിടെ ചെടുപിടിയാവത്തില്ല. സ്വന്തം മകളുടെ ജീവിതമല്ലേ. അപ്പോൾ ആ അമ്മ വളരെ ക്രൂരയാണ്, മകൾ വളരെ ക്രൂരയാണ്. പിന്നെ ഈ പറയുന്ന ഉർവശിയുടെ മകളായിട്ട് അഭിനയിച്ചത്, അതാണ് കൊടും ഭീകരി. അവൾക്കും ഒരു മകളാണ്. അവളുടെയും ജീവിതം അതേപോലെ സെക്യൂരിറ്റി ഉള്ളിടത്തേക്കല്ലേ അവൾ പോയിട്ടുള്ളത്. ഈ വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ പെറ്റ തള്ളയെ തിരിച്ചു നോക്കാത്ത പെണ്ണുങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ആ സ്ത്രീ. അതൊന്നും ഒരു റൈറ്റ്ഫുൾ ആക്ടേ അല്ല. ബട്ട് ഹസ്ബൻഡിന് നേരത്തെ ക്യാൻസർ ഉള്ള കാര്യം ഉർവശി പറഞ്ഞില്ലല്ലോ. അവർക്ക് വേറെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും കെട്ടിയില്ലേ. സോ അവളുടെ ഭാഗത്ത് ശരിയില്ലേ? നോ, അവൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. നേരത്തെ ക്യാൻസർ ഉള്ള കാര്യമൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും അവൾക്ക് അറിയത്തില്ല. അവൾ മറ്റേ ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങി പോകുമെന്ന് പേടിച്ചിട്ട് ക്രിസ്ത്യൻ അച്ഛൻ കയറി അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ്. സോ എല്ലാവർക്കും അവരവരുടേത് ന്യായവാദം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളും ന്യായത്തിൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയില്ല, ഒരാൾക്കുമില്ല. ഉർവശി മാത്രമാണ് അതിനകത്ത് കുറച്ചെങ്കിലും വ്യക്തിത്വമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഡ്യുവൽ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് വ്യക്തിത്വമുള്ളത് ഉർവശിക്ക് മാത്രമാണ്. പിന്നെ ലവൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഒരുത്തൻ്റെ കൂടെ ജീവിച്ചതിനെ ഞാൻ എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചാടിത്തുള്ളി തിരിച്ചു വന്നില്ലേ. അവളാണ് അതിനകത്ത് ഏറ്റവും വലിയ മണ്ടി. പാർവതിയുടെ റോളാണ് ആ സിനിമയിലെ വെച്ച് ഏറ്റവും ഹതഭാഗിയായ മണ്ടിയായ ഒരിത്. ആ കുഞ്ഞിനോട് അവൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, ആ കുടുംബത്തോടില്ല. അവൾക്ക് വളരെ സെൽഫിഷാണ് ആ ലേഡി. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ആ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ബട്ട് ഐ റിയലി ഫീൽ ഷീ സോ സെൽഫിഷ്. ഇവിടെയാണ് നമ്മളൊരു പ്രണയത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇറങ്ങരുത്. നമ്മളെ കുടുംബം കൂടെ നിൽക്കത്തില്ല, അവൻ മരണപ്പെട്ടു പോകാം, നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. നമ്മൾ സെൽഫ് ആയിട്ട് ശരിയാകണം, സ്വയം പര്യാപ്തത. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. അതാണ് പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങൾ പഠിക്കുക, ജോലി എടുക്കുക, പ്രാപ്തയാവും, എന്നിട്ട് പ്രണയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കിട്ടാം, ആരും നിങ്ങളൊന്നും പറയത്തില്ല. അമ്മയും കണക്കാണ്. എക്സാക്ട്ലി. അമ്മയാണ് അതിനകത്ത് ഏറ്റവും ക്രൂവൽ ലേഡി അമ്മയാണ്. സ്വന്തം മകളെ അങ്ങനെ ആർക്കെങ്കിലും കടിച്ചു കൊടുക്കാൻ നിൽക്കുമോ? ആ സ്ത്രീ ഭയങ്കര സാധനമാണ്. എനിക്ക് അവരെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ടില്ല. ചേച്ചി, ഇന്ന് എൻ്റെ അനിയൻ മോൻ്റെ HB ആണ്. എനിക്ക് കുഞ്ഞില്ല, ഞാനാണ് അവനെ വളർത്തുന്നത്. എൻ്റെ ജീവനാണ് ഉണ്ണിമോൻ എന്ന പേര്. ഇന്ന് രാത്രിയിൽ കേക്ക് മുറിക്കും. ചേച്ചി ഒരു വിഷ് ചെയ്യാം മോന്. തീർച്ചയായിട്ടും. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോനെ. ബട്ട് ഉർവശി ഒരു സെൽഫിഷ് അമ്മ ആയിപ്പോയി. എന്തോ ക്ലൈമാക്സ് കണ്ട പോലെ എന്തോ പോലെയായി. അല്ല, ഉർവശി മാത്രമല്ല, ആകെ മൊത്തത്തിൽ പ്രശ്ന. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമോൻ.
താങ്ക്സ് ചേച്ചി. വെൽക്കം. സോ ഞാനേ ഇന്ന് വീഡിയോ ഒന്നും ചെയ്ത് ഇടാത്തതിൻ്റെ റീസൺ അതാണ്. ഐ റിയലി ഫീൽ വറീഡ് അബൌട്ട് ദാറ്റ് സിനിമ. ചില സിനിമകൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കത്തില്ലേ. ഈ സിനിമ കണ്ടിട്ടിരുന്ന് കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ സിനിമ ഇട്ട് തരത്തില്ല. യുവമാർക്ക് ഇതിൻ്റെ കിടുപിടി സാധനങ്ങൾ അറിയാം, എനിക്ക് ഇതിൻ്റെ കിടുപിടിയൊന്നും അറിയത്തില്ല. എന്നാലും ഞാനത് മനഃപൂർവ്വം ചോദിച്ചു. പിന്നെ അതിനുശേഷം വേറൊരു സിനിമ ഇരുന്ന് കണ്ടു. മീൻസ് ഇതിൻ്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ടും രക്ഷയില്ല. ഇതിങ്ങനെ മനസ്സിൽ കിടന്നിട്ടേ ഭയങ്കര പ്രശ്നമാണ്. ആരും കാണരുത്, ഉള്ളൊരു കാര്യം കാണല്ലേ. മനക്കെട്ടിയുള്ളവർ മാത്രം പോയി കാണാൻ, അല്ലാത്തൊരു കാണാനേ പോകരുത്. ഐ റിയലി ഫീൽ ഐ എം അഡിക്റ്റഡ് ടു ദാറ്റ് ഫിലിം. ഒന്നും കൂടി ഇരുന്ന് കാണും, എന്നിട്ട് ഒന്നും കൂടി ഇരുന്ന് ഉറങ്ങാതിരുന്ന് ചിന്തിക്കും. അതാണ്. ചേച്ചി, എൻ്റെ മോൻ ഇപ്പോൾ +2 കഴിയാറായി. ഇവിടെ ഷാർജയിലാണ്. ഇവിടെ നല്ല കോഴ്സ് ഉണ്ടോ? നാട്ടിൽ പോകാൻ അവന് വലിയ താല്പര്യമില്ല. ഇവിടെ BCA കോഴ്സ് ഉണ്ടോ? ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ പഠിച്ച കുട്ടിയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ പറയട്ടെ. നമ്മൾ ഈ നാട്ടിൽ ഇപ്പം മോൻ എടുക്കുന്നുണ്ട് ഇഗ്നൂന്ന്, അങ്ങനെ ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എടുക്കാൻ പറയും. എന്നിട്ട് അവനോട് ജോലിക്ക് പോകാൻ പറ. അവിടെ +2 വരെയൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടത്തില്ല. ജോലിക്ക് കയറിയിട്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ ഇത് വാലിഡാണ്. ഇഗ്നൂ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അത് വാലിഡാണ്. ആ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷന് ഡിഗ്രി എടുക്കാൻ പറയുക. എന്നിട്ട് MBA അവിടെ ചെയ്യൂ. അല്ലാതെ മറ്റത് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. 7 lakhs ഒക്കെയാണ് ഒരു വർഷത്തെ ഫീസ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പഠിപ്പിക്കുക. അല്ലാച്ചാൽ നാടാണ് സുഖം. കുട്ടീനെ നാട്ടിൽ വിടുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് മോനെ വിട്ടത്. മോൻ എഞ്ചിനീയറിങ്ങിനെ വന്ന് ചേർന്നു. പിന്നെ അവൻ പഠിച്ചില്ല, 1 year പഠിച്ചുള്ളൂ. പ്രധാന പ്രശ്നം ഈ ഗൾഫിലെ കുട്ടികൾക്കുള്ള പ്രോബ്ലം ഭാഷയാണ്. ഇവിടുത്തെ ടീച്ചർമാരത് മനസ്സിലാക്കാതെ അവർ മലയാളമേ പറയുള്ളൂ. അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നോട് ജോലിക്ക് പോകാൻ പറയുക. കാരണം ഇനി അവൻ ജോലി ചെയ്ത് അവൻ പഠിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. നമുക്കത് ഭയങ്കര ഹാപ്പിനെസ് തരും. മക്കൾ, എൻ്റെ മോൻ അങ്ങനെയാണ്. ഫീസ് അടയ്ക്കുന്ന അവൻ്റെ കയ്യിൽ നിന്നാണ്. അവരുടെ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു സമാധാനം. നമുക്കൊന്നും തരണ്ട. അവർ തന്നെ അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അവർക്ക് ആ ഒരു ഏജ് അവർ ഓവർകം ചെയ്യും. അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആകുമ്പോൾ ചില എക്സ്പെൻസ് നമ്മളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവരൊരു അപൂർണത ഫീൽ ചെയ്യും. ചേച്ചി ഉള്ളൊഴുക്കല്ലേ, തിയേറ്ററിൽ ഇരുന്ന് ശ്വാസം മുട്ടിപ്പോയി. എക്സാക്ട്ലി. സംതിങ് ഹാപ്പൻ ടു യുവർ ലൈഫ് ദാറ്റ് ഫിലിം ഈസ് ഓൺലി എ റിയാക്ഷൻ ടു സിറ്റുവേഷൻസ്. സംതിങ് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് that film is only a reaction to situations. No? എന്ന് വെച്ചാൽ ഗിനി ജോർജ് ആണോ? താങ്ക് യു ചേച്ചി. അത് ഗിനി അത് കാണാത്തത് കൊണ്ടാണ്. സിനിമ വേറൊരു കാര്യമുണ്ട്. ആരുടെയോ സിനിമ പോലിരുന്ന് കാണാതെ ആ സിനിമയെ മനസ്സിലാക്കി അതിനകത്തിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവും. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല. എനിക്കതിനകത്ത് ഒത്തിരി വിഷമം തോന്നിയ പോർഷൻ ഏതാണെന്നറിയാമോ? അനിയത്തിയും ചേട്ടത്തിയും തമ്മിൽ വഴക്കിടുമ്പം, പക്ഷെ അതൊക്കെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അനിയത്തിയും ചേട്ടത്തിയും വഴക്കിടുമ്പം പിന്നെ കന്യാസ്ത്രീയുടെ ഒരു വേർഡ് പറയത്തില്ലേ, നിനക്ക് ഫാമിലി ഇല്ലാത്തതിൻ്റെ അസൂയല്ലേ? എടുത്ത പിടിച്ച ഒറ്റ പറച്ചില്ല. പക്ഷെ അവരത് റിയാക്ട് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ അത് നല്ലൊരു റോളായിരുന്നു. ആ ഒരു കന്യാസ്ത്രീ എന്ന് പറയുന്നത് സൂപ്പർ റോളായിരുന്നു. അത് അവരവിടെ കറക്റ്റായിട്ട് പെർഫോം ചെയ്തില്ല. കുത്തങ്ങനെ തന്നെ കൊടുക്കണം. ഇത്തരത്തിൽ തീരുമാനം എടുക്കുന്നവർക്ക് കുത്തങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ അവൾ പറഞ്ഞു, ഉർവശി പറഞ്ഞ കുറേ കള്ളങ്ങളെ പൊളിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. മകൻ മരിച്ചു കിടക്കുമ്പം അതിൽ വേദനിച്ചിരിക്കുന്ന അമ്മയുടെ അടുത്ത് വന്നുള്ള ആ കുത്ത്, അതിലൊക്കെയാണ് എനിക്ക് ആ നായിക കഥാപാത്രത്തിനോട് വെറുപ്പ് വന്നത്. ചില സമയങ്ങളിൽ നമ്മളത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഏളിയേറിയ നമ്മൾ അവൻ ചതിച്ചു അവർ ചതിച്ചു എന്നുള്ളതൊക്കെ വിട്ടിട്ട് നമുക്ക് ആ കുടുംബത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. വിവാഹം കഴിച്ച ആ വീട്ടിലേക്ക് വന്നതാണ്. അവർക്ക് നാണക്കേട് ഉണ്ടാകാത്ത വിധത്തിൽ അത് ഹാൻഡിൽ ചെയ്തിട്ട് പര്യായത്തിന് ഇറങ്ങി പോകുന്നതിന് പകരം ഉർവശിയായിട്ട് കുത്തിയതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആൻഡ് ഒരു സിനിമയിലില്ലാത്തൊരു ബ്യൂട്ടി ഉർവശിക്ക് അതിനകത്തുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. ഈ ഫിലിമിന് പല ലേയേഴ്സ് ഉണ്ട്. സത്യം ചിന്തിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു സിനിമ എന്ന രീതിയിൽ ഇരുന്ന് കണ്ടത് വളരെ. ഞാൻ ഇതിൻ്റെ റിവ്യൂ ആണ് കണ്ടത്. പിന്നീടാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ റിവ്യൂവിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടിയാണ് റിവ്യൂ ഇട്ട്. അപ്പോൾ അവളുടെ അടുത്ത് സാധാരണ നല്ല റിവ്യൂ ആണ്. പോയിരുന്ന് കണ്ട സിനിമ കണ്ട പ്രതീതി തന്നെയാണ്. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് അന്നയാണ് പറഞ്ഞത്, ചേച്ചി ഇതൊന്ന് കണ്ടു നോക്ക്, ചേച്ചി സൂപ്പർ പടമാണെന്ന്. ആൻഡ് സെയിം ഫീലിംഗ് തന്നെയാണ് അന്നയ്ക്കും. കാണുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് നോ വേസ്. ഇതുപോലെയുള്ള കമൻസ് ഒക്കെ വന്ന് എഴുതിയിരുന്നു. ഞാൻ പിന്നെ വല്ല കാര്യമൊക്കെ പറയുമ്പോഴും പലരും എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിൽക്കും. ഒന്നും പറയാനില്ല അവരോടൊന്നും. പാർവതിയുടെ സിറ്റുവേഷനാണ് ചേച്ചിക്ക് എങ്കിൽ എന്ത് ചെയ്യും? ലവറിൻ്റെ കൂടെ പോകുമോ? ഓർ മൂവിനെ പോലെ തിരിച്ചു പോകുമോ? ഓർ
ഒറ്റയ്ക്ക് ജീവിക്കുമോ? 100% അവൾ ചെയ്ത് തന്നെ ഞാനും ചെയ്യും. ഞാനൊരിക്കലും അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളോട് ഒരു വാക്കുകൊണ്ട് പോലും എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ ആ ലൈഫിൽ ഇടിയില്ല. ഒരു രക്ഷയില്ലാത്ത ആളാണ് ഞാൻ ക്ഷമിക്കൂല. എനിക്കറിയത്തില്ല, നിങ്ങൾ കുറേ അധികം പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ അകരാതിയിലേ ഇല്ലാത്ത സാധനമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു പൊട്ടിക്ക് ഞാൻ ക്ഷമിക്കത്തില്ല. അതിൽ ഇന്നലെ ആരോ ഒന്ന് വിനീത് സുമാൻ്റെ പേർക്കൊരു പോടി എടി ഷെഫീനെ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ആ വിനു ചെയ്യൂല. വിനുവിനെന്നാ എൻ്റെ സുഹൃത്തുക്കൾ പോലും അത്തരത്തിലുള്ള കളിക്ക് എൻ്റെ അടുത്ത് നിൽക്കൂല, സമ്മതിക്കൂല. ഞാൻ ഒരു പൊടിക്ക് ക്ഷമിക്കുന്ന ആളല്ല. ഈ ഒരു വിഷയത്തിൽ റെസ്പെക്റ്റാണ് ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ കീപ്പ് ചെയ്യണത്. ആ റെസ്പെക്റ്റ് അവിടെ നിന്നില്ല എങ്കിൽ നമ്മൾ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന കണക്കല്ലല്ലോ. നമ്മൾ ഒരുമാതിരി അധികാരവും ഒരുമാരത്തെ വർത്താനം, വേറൊരുത്തൻ്റെ കൂടെ കിടന്നവളല്ലേ, അത്തരം സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന സാധനമല്ല. അങ്ങനെ ഇപ്പോൾ ആരും നമ്മളെ സൗജന്യമായിട്ട് നോക്കണ്ട. അത്ര സൗജന്യം ഇവിടെ എടുക്കണില്ല. യെസ്, ഐ സോ പോവർട്ടി ഈസ് നോട്ട് സോ ഈസി. ഹൗ പേഴ്സൺ റിയാക്ട് ടു പോവർട്ടി കനോട്ട് ബി ജഡ്ജ്. അത് പോവർട്ടി മാത്രമല്ലല്ലോ, അവൻ ജോലിക്കൊന്നും പോകുന്നില്ല, ജോലിയൊന്നും അവൻ ട്രൈ ചെയ്യുന്നില്ല, അവൻ കൊള്ളില്ല എന്ന് അവൾക്ക് തന്നെ അറിയാം. അഡ്രസ്സ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ജോബ് സെക്ഷനിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ താല്പര്യമില്ലാതെ നിൽക്കുന്നുണ്ട്. അവൻ ജോലി ചെയ്യത്തില്ല. ഇൻ ഫ്യൂച്ചറിൽ അവൾ ഒരുപാട് കഷ്ടപ്പെടും. അവൻ്റെ ഒപ്പമാണ് അവൾ പോകുന്നതെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പെടും. അത് നല്ലൊരു തിരിച്ചറിവാണ്. ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ ഭർത്താവിന് അസുഖമായിട്ട് കിടക്കുമ്പോൾ അവൻ്റെ കൂടെ പോയി കിടക്കാനൊക്കെ തോന്നുന്നത്. നമുക്കൊന്നും അങ്ങനെ പറ്റുമോ? എനിക്കറിയില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ അത് മാത്രമല്ല, അതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലും അല്ലായിരുന്നല്ലോ. അവർക്ക് അവിടെ വേണ്ടത് സർവീസ് ചെയ്യുന്നൊരു നേഴ്സിനെയായിരുന്നു. ആൻഡ് ഷീ ഈസ് ആസ് എ നേഴ്സ്, അത്രയേ ഉള്ളൂ. കിടന്നു കൊടുക്കുന്നൊരു നേഴ്സ്, അത്രയേ ഉള്ളൂ. ഞാനും കണ്ട് സിസ്റ്റർ, നല്ല മൂവി. എക്സാക്ട്ലി. അവനും സെൽഫിഷാണ്. അവൻ ആ ക്യാരക്ടറേ അല്ല. ഏത് കാമുകനാണോ? കാമുകൻ സെൽഫിഷ് അല്ല, കാമുകന് ട്രൂ ലവ് ആണ്. അതുകൊണ്ടാണ് അവളെ പിന്തുടർന്ന് പിടിക്കുന്നത്. അവന് ട്രൂ ലവ് തന്നെയാണ്, പക്ഷെ അവന് സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല. അവന് ട്രൂ ലവ് ആണ്, പക്ഷെ അവൻ മടിയനാണ്. അവന് ജോലി ചെയ്യാൻ വയ്യ. അതാണ് സത്യം. അവന് പ്രണയമൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്, പക്ഷെ വയ്യ. ഞാനൊരു FB വീഡിയോ ഇട്ടില്ലേ, വിൽ ദാറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു? അത് FB വീഡിയോ ഇട്ടത് അന്നമ്മ പോയി കമൻറ്റ് നോക്ക്. കമൻറ്റിൽ തന്നെയുണ്ട്. ആൻഡ് ഇതൊക്കെ എന്താ പറയണേ, കാശടിക്കാനുള്ളൊരു വഴിയാണ്. എൻ്റെ കാലിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ കൈ മുട്ട് മടക്കുന്നില്ലേ, ഇത് കണ്ടോ, ഈ വിരൽ കണ്ടോ, പൂർണ്ണമായി മടങ്ങിയിരിക്കുകയല്ലേ, ഒരു പ്രശ്നമില്ല. അതേസമയം ഇത് കണ്ടോ, ഇത് അടുക്കില്ല, ഇതിങ്ങനെ അടുക്കത്തില്ല. ഇത് കണ്ടോ, നല്ല അടുത്തിരിക്കുകയല്ലേ, ഇത് അടുക്കത്തില്ല. ആൻഡ് ദ സോ ഓൺ എല്ലാം അടുക്കും, കണ്ടോ, ഇതൊക്കെ കണ്ടോ. ആൻഡ് ദിസ് വിരൽ അത് കാണിക്കാൻ അറിയത്തില്ല, കണ്ടോ, അതും അടുക്കും. ബട്ട് ഈ വിരൽ അടുക്കില്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സ്റ്റിഫായിരിക്കുകയാണ്. ഗൗട്ട് കയറി ഇരുന്നിട്ട് ഇത് സ്റ്റിഫ്നെസ്സാണ്. ദ സെയിം ഇഷ്യൂ വലത് കൈയിലുണ്ടായിരുന്നു. ആൻഡ് വലത് കൈ ഓക്കെ ആയി, കണ്ടോ, ഒരു പരിധി വരെ ഓക്കെ ആയി. ഫുള്ളി അല്ലെങ്കിലും പരിധി വരെ ഇത് ഓക്കെ ആയി, കണ്ടോ. ഈ പിടിച്ചെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ഓക്കെ ആയി. അതേസമയം ഈ ഒരു സംഗതിയാണ് എൻ്റെ മുട്ടിലുള്ളത്. എൻ്റെ മുട്ട് ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ മുട്ടെന്ന് വെക്കുക, ഇതാണ് എൻ്റെ മുട്ട്. അപ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മുട്ട് ഇങ്ങനെ നിവരില്ല, ഇതിങ്ങനെ പൂർണ്ണമായി മടങ്ങില്ല. ഇതാണ് എൻ്റെ മുട്ടിൻ്റെ ഇഷ്യൂ. ഈ സ്റ്റിഫ്നെസ്സിനാണ് ഞാൻ മെഡിസിൻ എടുക്കുന്നത്. മന്ത്ലി ഒരു 6,000 അടുത്ത് മെഡിസിൻ മാത്രം വരും. ഈ മെഡിസിൻ 1.5 ഇയർ ഞാൻ കണ്ടിന്യൂസ് കഴിക്കേണ്ടതുണ്ടായിരുന്നു. ഇതെനിക്ക് മുൻപൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകന് 8 മാസം പ്രായമുള്ളപ്പോഴത്തേക്ക് ബെഡ് റൈഡൻ ആയിപ്പോയി. ഞാൻ വീണുപോയി. മുട്ടിന് തന്നെയായിരുന്നു അന്നും ഇഷ്യൂ. മുട്ടുകൊണ്ടാണ് സ്റ്റിഫായത്. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കിടന്നു പോയി. അപ്പോൾ അത് ഇതേപോലെ തന്നെ 1.5 വർഷം മെഡിസിൻ എടുത്തു. മെഡിസിൻ എടുത്ത ശേഷം, ഫർദീൻ്റെ കാര്യം പറയണം, എടുത്ത ശേഷം ഞാൻ നോർമലായി. അതിനുശേഷമാണ് സെക്കൻഡാണ് വീണ്ടും 2018 ദ സെയിം വീണ്ടും വന്നത്. 2012 ഒരു പ്രാവശ്യം വന്നിരുന്നു. പക്ഷെ എൻ്റെ സിംറ്റംസ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടിയിട്ടിട്ട് ഞാൻ അപ്പം തന്നെ പോയി ട്രീറ്റ് ചെയ്തു. സെയിം തിങ് 2.5 ഇയേഴ്സ് ഞാൻ മെഡിസിൻ എടുത്തു. പിന്നെ ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. ഐ എം നോട്ട് അലൗഡ് ടു സ്റ്റോപ്പ് മെഡിസിൻ. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ പഥ്യങ്ങളുണ്ട്, അതായത് മീൻ, ഇറച്ചി, മുട്ട, പാല് തീർത്തും പാടില്ല. എനിക്ക് പാൽ ഐറ്റംസ് തീർത്തും പാടില്ല. ഞാൻ ചോറ് തിന്നാതിരുന്നാലും പാൽ ഐറ്റംസ് ഇല്ലാതിരിക്കത്തില്ല. അപ്പം നമ്മളുടെ ഫുഡ് ഇൻടേക്കിൻ്റെ പ്രശ്നമാണത്. എത്ര വിലയ്ക്കാലും ഞാനത് കഴിക്കും. ഇത് എൻ്റെ ഒരു അമ്മയുടെ ഒരു അനിയത്തിക്കുണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിരുന്നു അവർ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവരങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്.
പെട്ടെന്നൊരു ദിവസം അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ മരിച്ചു പോവുകയാണ് ചെയ്തത്. പഥ്യങ്ങളും എന്നും തടവലും തിരുമലും മെൻ്റലി അവർ ഭയങ്കര വീക്കായിട്ടാണ്. അവർക്കത് ഒരു മകളേ ഉള്ളൂ, ആമിയുടെ അമ്മയുടെ കാര്യമോ പറയണത്. പിന്നെ ആലപ്പുഴയുള്ള മറ്റേ ആ ചവറല്ല, എൻ്റെ ആമിയുടെ കാര്യമോ പറയണം. അപ്പോൾ അവളുടെ ഉമ്മാക്ക് ഇതുപോലെയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുമ്മ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അന്ന് എനിക്കറിയാവുന്ന എൻ്റെ കുഞ്ഞുമ്മയ്ക്ക് ഇതെല്ലാ ആഹാരത്തിനോടും നല്ല താല്പര്യമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ അവരുടെ ഈ അസുഖം കാരണം അവർ പല ആഹാരങ്ങളും മാറ്റി വെച്ചു. എന്നിട്ട് എന്തായി, നല്ല ഇളപ്രായത്തിൽ അവരങ്ങ് പോയി. എനിക്കെന്തായാലും മരിച്ചു പോകുമ്പോഴത്തേക്ക് സ്വർഗത്തിലൊന്നും ഇടം കിട്ടത്തില്ല. എനിക്ക് അവിടെ ഈ കപ്പയും മീനും ഒന്നും കിട്ടാൻ പോകുന്നു. അപ്പം ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. കാലുവേനല്ല ഞാൻ സഹിച്ചു. അപ്പം എന്നിട്ടാണ് ചായട്ട് അത് അറിയാമല്ലോ. ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഇത് കൂടുതലായിട്ട് വന്നിട്ട് അങ്ങ് തീർന്നു പോകണമെങ്കിൽ സന്തോഷം. ഉള്ള സമയത്ത് നന്നായിട്ട് ജീവിച്ചങ്ങ് മരണപ്പെട്ടു പോകുക എന്നതിനപ്പുറം ഇത്രയേ പറ്റൂ. ഇത്രയും കാലം ജീവിക്കാനൊന്നും ആർക്കും ഒരു എഗ്രിമെൻറ്റ് ഞാൻ എഴുതി കൊടുത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മയെ കണ്ടില്ലേ, ഉമ്മച്ചിക്കും ഇപ്പം ഞാൻ വണ്ടി ഇരുന്ന ഉമ്മച്ചി നടന്നു വരുന്നുണ്ട. മറ്റേത് ഉമ്മക്ക് ഇതേ അവസ്ഥയായിരുന്നു. ഉമ്മ എവിടെ പോയാലും ഉമ്മക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. ഉമ്മ കാല് വയ്യായിരുന്നു. ഉമ്മ മാറിയില്ലേ, ഉമ്മ വെയിറ്റ് കുറച്ചു, ഉമ്മ ഫുഡ് കൺട്രോൾ ചെയ്തു. ഉമ്മ ഇപ്പോൾ ഓക്കെ ആയി. ഉമ്മക്കിപ്പം 85 years ഉണ്ട്. ഇത്രയും വയസ്സായിട്ട് ഉമ്മ നല്ല ആക്റ്റീവായിട്ടാണെങ്കിൽ 80 ആയോന്ന് എനിക്കറിയാം, 80 ആണെന്ന് തോന്നുന്നു, സംസോട്ട് ആ ഏജാണ്. അപ്പം അമ്മ നടന്നു വരുന്നത് കണ്ടോ, അത് അമ്മ മാറിയില്ലേ. അപ്പം ഇതും ഗ്രാജുവലി മാറും. ഈ ഒരു സ്റ്റിഫ്നെസ് മാറുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു നോക്കാമെന്ന് പറയും, അവർ കുറേ സർക്കസ് പറയും. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്താൽ 7 days കൊണ്ട് ഞാൻ സെറ്റാവും. പക്ഷേ ചിലപ്പോൾ ഫിസിയോതെറാപ്പി കഴിയുമ്പോൾ ഞാൻ ചത്തും പോകും. കാരണം ഇത് ഭയങ്കര മൈൻഡ് കപ്പാസിറ്റി ഉള്ളവർക്കാണ് ഈ ഫിസിയോതെറാപ്പിയൊക്കെ പറ്റുന്നത്. അപ്പം അത്യാവശ്യം മോൻ ചെയ്ത് കാല് തിരുമി നൂത്ത് മടക്കി ഒക്കെ നന്നായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ഇടണം, ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കണ്ടെത്തിയത് മുട്ടിൻ്റെ ഇടയിൽ നീർക്കെട്ടാണ് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. എന്നിട്ട് ഞാൻ അവിടെ അഡ്മിറ്റായി 5 ദിവസം കിടന്ന് ഇത് ശരിയാക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ പോയത്. പിന്നെ ഞാനത് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ പോയപ്പം ചെക്കപ്പിന് പോയപ്പോൾ ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു എൻ്റെ കാല് നീർക്കെട്ട് മാറിയിട്ടുണ്ട്, പൂർണ്ണമായി മാറിയിട്ടുണ്ട്, ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായി വാക്ക് ചെയ്യുക, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, മെഡിസിൻ മുടക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചില ദിവസങ്ങളിൽ നല്ല റിക്കവറിയാണ്, നിവർന്ന് അങ്ങോട്ട് നിൽക്കുന്നതാണ്. ചില ദിവസം നന്നായിട്ട് അങ്ങ് കൂനി പോകുന്നതും കാണാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ്. എൻ്റെ മൂഡ് സ്വിങ്സ് കാരണമാണ് പകുതിയും ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ മാക്സിമം മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള വഴികളൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യും. നമ്മൾ മൈൻഡ് സെറ്റ് എപ്പോഴും ക്ലിയർ ആക്കി വെച്ചിരുന്നാൽ തന്നെ നമ്മൾ സെറ്റാക്കും. അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. പിന്നെ അതാണ് നിങ്ങളെല്ലാവരും ചോദിക്കത്തില്ല എന്താ എത്ര ധൈര്യം. ഐ ഡു ഹാവ്. എന്ത് വന്നാലും ഫേസ് ചെയ്യാമെന്നും ചുറ്റുമുള്ളവർ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത്. സോ ചേച്ചി ഡയറ്റ് മാറ്റിയ കുറേ ശരിയാണ്. നമുക്ക് ക്യാഷ് ആയിരുന്നു ആ ഫിലിമിൽ എല്ലാവരും. ഞാനൊരു എല്ലാവരും കമ്മന് ക്യാഷാണ്. ചേച്ചി ഡയറ്റ് മാറ്റി കുറേ റിലീഫ് കിട്ടും. നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയായിരുന്നു, കോസ്റ്റ് കുറച്ചും കൂടി കുറഞ്ഞേനെ. അത് സാരമില്ല. ഇസ് ഇറ്റ് റുമാറ്റോയിഡ് ഇഷ്യൂ? റുമാറ്റോയിഡ് ആർത്രൈറ്റീസ് എന്ന് പറയുമ്പോൾ ആമവാദം, അതൊന്നും അല്ലത്. എൻ്റെ മാരേജ് ഇതുപോലെയായിരുന്നു, രോഗം മറച്ചു വെച്ച് നടത്തി. പിന്നെ എനിക്ക് ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല. ചേട്ടായി അച്ഛനമ്മ മരിച്ചുപോയി. സിനിമയെ കുറച്ച് എൻ്റെ ജീവിതം പോലെ തോന്നി ചേച്ചി. എല്ലാ ക്യാരക്ടറും ഒന്നിനൊന്ന് സൂപ്പർ. എല്ലാവരും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. കറക്റ്റ്. കണ്ടു തീർന്നാലും അവരെല്ലാം കൂടെ പോരും. കറക്റ്റ്. തീരുവാണ് കുഴപ്പമില്ല ചേച്ചി. ഇരിപ്പായാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഡയറ്റ് നോക്കാൻ പറയുന്നത്. ഇരിപ്പൊന്നും ആവത്തില്ലെന്ന്. ഇരിപ്പാവത്തില്ലെന്ന് പറയുന്നതിൻ്റെ റീസൺ ഓരോ ദിവസവും നമുക്ക് റിക്കവറി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയുന്നത്. പിന്നെന്താ, ഈ ലോങ് ഡ്രൈവ് പോയില്ലേ, ദൂരം പോയില്ലേ, അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് പേടിച്ചിരുന്നു. കാരണം നമ്മൾ കാല് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമ്പോഴത്തേക്ക് നീര് വരും. നമ്മൾ കാല് അനങ്ങാതെ വെച്ചിരുന്നാൽ നീരിറങ്ങും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ കുറച്ച് പേടിച്ചിരുന്നു. എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല, മീറ്റൊന്നും എനിക്ക് പറ്റത്തില്ല. മീറ്റൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഫാനല്ല, മീറ്റിൻ്റെ ഒന്നും ഫാനല്ല. ചില ഭക്ഷണങ്ങൾ തീർത്തും പറ്റത്തില്ല. ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഷുഗർ വരത്തില്ല.
കൊളസ്ട്രോൾ വരത്തില്ല, പ്രഷറും വരത്തില്ല. ഹായ് ഷാജി. കൊളാജൻ കുറവായിരിക്കും. അല്ല, ഇത് ഞാൻ ഗൾഫിൽ കൊറോണ അല്ല, അതൊന്നും കൊറോണയാണോ അല്ല, നിപ്പ വന്ന സമയത്ത് ഞാൻ ഗൾഫിലും മക്കൾ രണ്ടുപേരും നാട്ടിലുമായിരുന്നു. ഒരു 7 month എൻ്റെ മക്കൾ നാട്ടിലായിരുന്നു. ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ് കാരണം വീട്ടുകാർക്ക് ആർക്കും ഇവരെ പോയി നോക്കാം. ഉമ്മച്ചി മാത്രമേ ഇവിടെ പോവുള്ളൂ. തീരെ ഇവർക്ക് ഭാഷ അറിയില്ല. നമ്മൾ നാട്ടും പ്രദേശമല്ലേ, അപ്പം അവിടെ ജോലിക്ക് ആൾ വന്നാലും കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഞാനങ്ങ് പതറിപ്പോയി. എനിക്കവിടെ എൻ്റെ അറബി മരിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെറിയൊരു ഇഷ്യൂ, അത് തീർക്കാതെ എനിക്ക് വരാനൊക്കത്തില്ല. അപ്പം അറബി മരിച്ചതിൻ്റെ അനുബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വിസയുടെ ഇഷ്യൂവും എല്ലാം കൂടെ കൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ലോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. 7 month. ആ സമയത്തുണ്ടായ മാനസിക പ്രയാസമാണ് ഇത് കൂടുതൽ സിവിയർ ആക്കിയത്. ഞാൻ അനങ്ങാതെ കയറി അങ്ങ് ഇരുന്ന് പോകും. നമ്മൾ ചില സമയത്തെ ഫുള്ള് ഓഫാക്കിയിട്ടിരുന്നു. ഉമ്മയെ ഞാൻ രാവിലെ വിളിക്കും. ഉമ്മ രാവിലെ അവിടെ ചെല്ലും. അപ്പോഴിവർ ഉറങ്ങുമായിരിക്കും. പിന്നെ ഇവനെ അവിടെ ഒരു സ്കൂളിൽ ചേർത്തു. അവിടെ മലയാളമാണ്. അപ്പം ഇവന് ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളമാണ്. അപ്പം മിഡിൽ ക്ലാസ് കൂടുതലുള്ളതാണ് തിരുവനന്തപുരം. അവർക്കിത് അക്സെപ്റ്റ് ആവത്തില്ല. അവർ വിചാരിക്കുന്ന എന്തോ ഗമയ്ക്കാണ് കൊച്ചുങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത്. ഗമയല്ല, അവരിവിടെ പഠിച്ചതും അവർ വളർന്ന അറ്റ്മോസ്ഫിയറും അതായതുകൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ പിന്നെ ഈ കോട്ടയത്തേക്ക് അവരെ മാറ്റുന്ന കാര്യത്തിൽ പ്ലാനിങ് വന്നത്. അപ്പോൾ അത് പിന്നെ ഒരുപാട് മറിഞ്ഞു, അത്രയേ ഉള്ളൂ. ചിച്ചി ഗ്രീൻസ് ഒരുപാട് കഴിക്കും, നല്ല ചാൻസ് കിട്ടും. മുരിങ്ങ, ലീഫി വെജിറ്റബിൾസ്, അതൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ ഫുഡ് ഇൻടേക്ക് വളരെ കുറവാണിടേ. എനിക്ക് അങ്ങനെ താല്പര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡാണ്. ഒരു ബ്രെഡും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ പ്രാതലായി. അതിന് ഓവർ ഈറ്റിംഗ് ഒന്നും താല്പര്യമില്ല. ഒത്തിരി ഫുഡ് ഇൻടേക്ക് താല്പര്യമില്ല. ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ കഴിക്കുക, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുള്ളൂ. അതിന് വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഉമ്മ അടുത്തില്ലാത്തത് കൊണ്ട് കൊള്ളാം. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ ഉപദേശിച്ച് എന്നെ നന്നാക്കിയാണ്. ഉമ്മച്ചി അന്ന് ഒരു 10-15 ദിവസം നിന്നപ്പം കുറച്ചൊന്ന് സ്റ്റഡി ആയതായിരുന്നു. പക്ഷെ ഉമ്മ എന്നെ കാണാൻ ഉമ്മ മനസ്സ് വിഷമിക്കും. അത് നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും മീൻസ് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഹെൽത്തി ആണ് എന്നൊക്കെ നമ്മൾ അമ്മയുടെ അടുത്ത് പറഞ്ഞാലും അമ്മ നോക്കുമ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് പോകുന്ന കാണുമ്പോഴെങ്കിലും അമ്മയ്ക്ക് ഈ കാല് കാണുമ്പം പ്രശ്നമാണ്. യൂറിക് ആസിഡ് എനിക്കില്ല, മകനുണ്ട്. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റിഫ്നെസ് മാറാനാണ് നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. ഈ സ്റ്റിഫ്നെസ് കുറയണം. ഇതിപ്പോൾ ഇത്രയും മാറ്റമില്ലേ. ഇത് കൈ മുറുക്കാനൊക്കത്തില്ലായിരുന്നു. കൈ മുറുക്കി ഇപ്പം ഞാൻ നല്ലപോലെ മുറുക്കി പിടിക്കുന്നില്ലേ. ഇതിങ്ങനെ കാണുന്നില്ല എങ്കിലും സൂപ്പറായിട്ട് മുറുക്കി പിടിക്കുന്നില്ലേ. ഒരു വിരലും അടുക്കൂലായിരുന്നു. ഇപ്പം എല്ലാ വിരലും അടുക്കുന്നില്ലേ. അത് മാറ്റം തന്നെയാണ്, നല്ല മാറ്റമാണ്. ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ സ്റ്റെപ്പാക്കി ചെറുതാക്കിയത്. ഭയങ്കര ഹെയർ ഫാളായിരുന്നു, അതൊക്കെ മാറി. ഹെയർ ഫാൾ മാറി. പല്ല് പൊടിയുമായിരുന്നു, അത് മാറി. അങ്ങനെ ഓരോന്നോരോന്നിട്ട് ഗ്രാജുവലി മാറുന്നുണ്ട്. പിന്നെ വെയിൽ കൊള്ളണം. എന്നോട് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. വെയിൽ കൊള്ളാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. അപ്പോൾ അത് ഗ്രാജുവലി മാറും. അതൊരു വലിയൊരു വിശേഷമായിട്ട് നിൽക്കണ്ട. പിന്നെ ഇന്നലെയൊക്കെ നമ്മൾ പോയല്ലോ, അപ്പോൾ കളക്ടറിലൊക്കെ പോകുമ്പം എവരിവെയർ വീൽ ചെയർ അവൈലബിൾ ആണ്. ഒത്തിരി ലോങ് നടക്കാനൊക്കത്തില്ല. ബട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് കയറുന്നുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. ബട്ട് ലോങ് ടൈം നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം. പിന്നെ എൻ്റെ ഒരു ഈഗോ പ്രശ്നം കൊണ്ടാണ് ഞാൻ സ്റ്റിക്ക് ഉപയോഗിക്കാത്തത്. സ്റ്റിക്ക് ഉപയോഗിച്ചാൽ എനിക്ക് സ്റ്റിക്കിൽ പിടിച്ച് നിൽക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഗ്രാജുവലി ശരിയാവും. നമ്മളൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാതിരിക്കാം. എന്ത് അസുഖമാണെങ്കിലും നമ്മളുടെ മനസ്സ് അതിനകത്ത് കൊടുക്കാതിരുന്നാൽ നമ്മുടെ അസുഖം നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. എനിക്കൊരിക്കലും ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലൊരു ചെയർ വെച്ചിട്ടുണ്ട്. ഒത്തിരി നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ ചെയറിലിരുന്നാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കുറേ നേരമൊക്കെ ഞാൻ നിന്ന് നോക്കും. തീരെ പറ്റില്ലെങ്കിൽ മാത്രമേ ഇപ്പോൾ ചെയർ ഉപയോഗിക്കൂ. അങ്ങനെയാണ്. അങ്ങ് ചെയർ വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുറേ നേരം ഞാൻ നിന്ന് നോക്കും. പറ്റുന്നിടത്തോളമൊക്കെ ഞാനും സ്ട്രഗിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സൂൺ പെട്ടെന്ന് മാറട്ടെ എന്നാണ്. ഷാഫി എൻ്റെ വിരൽ മടങ്ങാറില്ല, എന്ത് ചെയ്യണം? ഷാഫി, ഇത് ഡോക്ടറോട് ചോദിക്കുമെന്ന പങ്ക്തിയല്ല. ഞാൻ ഡോക്ടറും അല്ല. ഇവിടെ വന്നത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ എന്നോട് ചോദിച്ചത് വേറെ രീതിയിലാണെങ്കിൽ ഞാൻ നല്ലൊരു സൊല്യൂഷൻ പറയാം. മടങ്ങാത്ത വിരൽ നൂത്തിങ്ങനെ പിടിക്കുക. ഇങ്ങനെ നൂരുമെങ്കിൽ നല്ല വലിയ കല്ല് കിട്ടും, അമ്മിക്കല്ലായാലും എടുത്ത് വെച്ച് ഒറ്റ കൊടുക്കുക. അപ്പോഴും തന്നെ പ്രശ്നം സോൾവ് ആകും. പിന്നെ അത് മടങ്ങുമോ നോക്കുകയോ ഒക്കെ വേണമെന്ന് ഡോക്ടർ തീരുമാനിച്ചോളൂ.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കടാ. എൻ്റെ പേര് നന്ദിത. ആയിക്കോട്ടെ. എന്താ അപ്പം ശരി, എന്നാൽ വൈകിട്ട് കാണാം കേട്ടോ, പുതിയൊരു സബ്ജക്റ്റായിട്ട്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇതിൽ എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക. അഭിഹിതക്കാരോട് അകത്തെന്തെങ്കിലും സുനാഫിക്കേഷൻ ഇട്ട് ഓട്ട അടച്ചു വയ്ക്കാൻ പറയുക. ലവൻ പറയണത് മെഴുകുവാരിയിട്ട് അടച്ചാലും മതി. ഒരു തോന്നിവാസമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കട്ടെ, അതൊന്നും നമുക്ക് വിലക്കാൻ ഒക്കത്തില്ല. കാലാകാലങ്ങളിൽ നടക്കുന്ന അവിഹിതങ്ങളാണ്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഷെഫീന സിസ്റ്റർ, റിയൽ മോട്ടിവേഷൻ ഫോർ മീ. ഉർവശി ഡേവേഴ്സ് നെക്സ്റ്റ് നാഷണൽ അവാർഡ്. അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അവാർഡിനുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. എക്സാക്ട്ലി ആയിരിക്കും. അത് ശരിയായിരിക്കും. ആയി മാമ. ഷാഫ് എം ബി, വിരൽ തടി ഇറക്കുന്ന മില്ലിൽ കൊണ്ടുപോടാ. ചിലർക്ക് മറ്റുള്ളവരുടെ പെയിൻ, മറ്റുള്ളവരുടെ വിഷമമൊക്കെ നല്ല ചിരിയുള്ള സാധനമായിരിക്കും. എങ്ങനെയുള്ളവരങ്ങനെ പറഞ്ഞിട്ട് അവർക്കത് നല്ല സുഖം. അത് തന്നെ സൈക്കോ പ്രോബ്ലമാണ്. അത് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോലും തീരത്തില്ല. അതിനെയൊക്കെ തല നേരെ കൊണ്ടുവന്ന് പാറക്കണ്ടി വെച്ചിട്ട് ഒരൊറ്റയിടി തലയെ പൊട്ടിത്തെറിച്ച് കളയണം. അങ്ങനെയുള്ളവരാണ്. സൈക്കോ പ്രോബ്ലമാണ്. വാട്ട്? ഹൗ? മനോജ് നല്ല ചെറുപ്പമല്ലേ? മനോജ് എങ്ങനെ മരിച്ചു? ക്ലബ് ഹൗസിൽ നടക്കുന്നുണ്ടോ സ്പീച്ച്? ഹായ് അമ്പാടി. ആ സ്ത്രീയെ കണ്ടാൽ ഒരു ദുഷ്ട ലുക്ക് കേട്ടാ, വെറും ഒരു ദുഷ്ട ലുക്ക്. അതിനെ കണ്ടാലേ എങ്ങനെയാണോ? Don't know. Found dead body after 2 days of death. ഞാൻ നിങ്ങളുടെ ലൈവ് കാണാറില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. പെട്ടെന്ന് തുറന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, എനിക്ക് പക്ഷെ അത് വേറെ രീതിയിലാണ് തോന്നിയത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഞാൻ ആദ്യം തന്നെ ഹാർട്ട്ഫുൾ കണ്ടോളൻസസ്. സഹമായിട്ട് കുറേ റൂമുകൾ സംസാരിച്ചിട്ടുണ്ട്, കുറേ റൂമിൽ സഹ മോഡായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലബ് ഹൗസ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആദ്യം കയറിയ റൂമുകളിലൊന്ന് എവിടെ
ഇയാൾ ഒറ്റയ്ക്കായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒറ്റയ്ക്കായിരുന്നിരിക്കും. മനസ്സിലായോ? ഒറ്റയ്ക്കായിരുന്നു, കള്ളു കുടിച്ചിട്ട് കിടന്നിട്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടാണ്. എന്താ അല്ലേ, നല്ല ചെറുപ്പമായിരുന്നു. എന്ത് പറ്റിയെന്തോ. ഓക്കെ ബൈ.